എന്തോ സാധനം അവിടെ വരുന്നുണ്ട്, നമുക്ക് വേഗം ഇവിടെ പോവാം. ഞാനിപ്പോ ലീച്ച് തെറാപ്പി ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടോ? വീട്ടിൽ പോണോ? ഞാൻ നോക്കാം. നടന്ന് നടന്ന് ഊപ്പാടിളകി ഗൈസ്, ഊപ്പാടിളകി. അതെ, ഒന്ന് ബാക്കി നോക്കിക്കോ, മറ്റാൾക്കാര് വരുന്നുണ്ടോ? ഭയം പോലും പറയാൻ പറ്റണില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് രാവിലെയായി. ഇന്നലെ വാട്ടർഫോൾസൊക്കെ കണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ അട്ടകാടിയൊക്കെ ഏറ്റിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ അപ്പോഴൊന്നും അറിഞ്ഞില്ല, ഇവിടെ എത്തി ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ആ ഒരു ട്രക്കിംഗ് നല്ല ഹെവിയാണ്, അത്യാവശ്യം നല്ല അഡ്വഞ്ചറാണ്, കുറച്ച് നല്ല റിസ്ക്കിയാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ചെറിയ ആൾക്കാർ ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പോകുന്നതോടാണ് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അവിടെ എത്തിക്കായിട്ടുള്ള വ്യൂ അടിപൊളിയാണ്, നല്ല ഹെവി ഫീലാണ്. ഞാനൊന്നും ഇത്ര അടുത്തൊന്നും ഇങ്ങനെയൊന്നും പോയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് എനിക്ക്. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ഇന്ന് ഞങ്ങൾ വേറൊരു കുന്നുണ്ട്, അതിൻ്റെ മേലെ പോയിട്ട് അപ്പോൾ അവിടേക്ക് വേണ്ടി റെഡിയായൊക്കെ നിൽക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഞാൻ റൂമിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. ഇത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ റൂമിൻ്റെ സെറ്റപ്പോ അല്ല പൂളോ അതൊന്നുമില്ല, പക്ഷേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതേപോലത്തെ വാട്ടർഫോൾ, രാവിലത്തെ സൺറൈസൊക്കെ കാണാൻ അടിപൊളിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. ചുമ്മാ ഒരു റിസോർട്ടിൽ പോയിട്ട് അതിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക എന്നല്ലാതെ പുറത്തേക്കൊന്നും കറങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ശ്രീവല്ല റിസോർട്ട്. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല, നെറ്റില്ല, നമുക്ക് സിം കാർഡൊന്നും വർക്കാവില്ല, ജിയോ മാത്രമേ വർക്കാവുള്ളൂ. അതുപോലെ തന്നെ വൈഫൈ കണക്ഷൻസ് ഒന്നുമില്ല. അത് കാരണം ഞങ്ങൾ ഇന്നലെ ഒരുപാട് സംസാരിച്ചു, കാരണം ഈ കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല. ഈ കാണുന്ന ഈ ബാൽക്കണിയാണ്, കോമൺ ആണ്, എല്ലാ റൂംസിൽ നിന്നും ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് രാത്രിയൊക്കെ ഫുൾ ടൈം അങ്ങ് ഇരുന്നിരുന്നത്. ടോട്ടൽ ഒരു നൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. അവർ കാടിൻ്റെ നടുക്കാണ് റിസോർട്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷെ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്, നമുക്ക് ഇനി അവിടുത്തെ വീഡിയോസ് കാണാം. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പും റൂംസൊക്കെ ഉള്ളത് ഇവിടെയാണ്. പക്ഷേ ഇതല്ല നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയും ഇവിടുന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുമാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. നമ്മൾ വരുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റേ മാത്രമല്ല, പക്ഷേ അതിൻ്റെ ഒപ്പം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ട്രക്കിങ്ങും വാട്ടർഫോളും സൺറൈസ് കാണാൻ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതൊക്കെയാണ് കംപ്ലീറ്റ് 3 കൂടി കൂടുമ്പോഴാണ് ആ ഒരു ഭംഗി. ജസ്റ്റ് റൂമും ഇതും കണ്ടിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് കുഴപ്പമില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് മാത്രം കണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇത് മാത്രമല്ല, ഇവിടെ ജസ്റ്റ് നമ്മൾ നൈറ്റ് സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. രാത്രി ആകുമ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ട്, വരുന്ന വഴിക്ക് നല്ല അടിപൊളി ജീപ്പിൽ കൂടെ നല്ല അടിപൊളി ട്രക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് വാട്ടർഫോൾ കാണാൻ പോവും. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ പോവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റെഡിയായേക്കാണ്. ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അത് ആ മഴ ആണ് ശ്വസിച്ചത്. അയ്യോ, തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ വയ്യാണ്ട്.
അതിന്റെ വഴിക്ക് ഇറങ്ങില്ല, അതിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റില്ല. മരങ്ങളോ കാര്യങ്ങളുണ്ടോ? വെട്ടി കളിച്ചിട്ടുണ്ട്. എല്ലാവരും അതിനായിട്ട് കയറിപ്പോന്നു. അത്രയില്ലാത്ത സമാധാനം കൊടുക്കാം. ഇതൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ? അയ്യോ, ഇച്ചിരി റെസ്റ്റ് എടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അയ്യോ, അവരിനി എപ്പോ തന്നെ നമുക്ക് എത്തി, നമ്മ ടോപ്പിലെത്തി. സൂപ്പർ, ഒരു രക്ഷയില്ല. കഴിഞ്ഞു. ഞങ്ങളങ്ങനെ നടന്ന് ഊപ്പാടിളകി ഗൈസ്, ഊപ്പാടിളകി. അതെ, അങ്ങനെ ആരും എത്തിപ്പെടാത്ത സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. 1900 feet ഞങ്ങൾ നടന്നു കയറി റിസോർട്ടിന്റെ അവിടെ. അതെ, ഇടക്കിടക്ക് അട്ടകളുടെ കടിയും. എത്രണ്ണം കിട്ടി? എനിക്കൊരു 2 കിട്ടി. അതിന്റെ കാല് ഇതേപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസുകളുണ്ടാവും. വീട്ടിലെ കാര്യം വേറെ ആരില്ല, നമ്മ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു പ്രത്യേകത, വേറെ ആരും അങ്ങനെ ഇങ്ങനെ ഒന്നും കേറി വരാത്തൊരു സ്ഥലമാണ്. നമുക്ക് അതല്ല എപ്പോഴും വേണ്ടത്. ഫീൽ ഗുഡ്. ഞാനിപ്പോ ലീച്ച് തെറാപ്പി ചെയ്തോണ്ടിരിക്കണത് കണ്ടോ? തെറാപ്പിയിലാണ് ഞാൻ. ഇവിടെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മള് ഡൽഹിയിലും അവിടെയൊക്കെ പോയാല് നമ്മ എവിടെയെങ്കിലും കിതച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ എവിടെയെങ്കിലും ചാരി നിന്ന് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും എവിടെയെങ്കിലും സർവീസ് ആണ്. എവിടെ സ്റ്റോപ്പ് ചെയ്താലും ഇതുണ്ടാവും. അത് കാര്യാക്കണ്ട, അവര് കുടിച്ചിട്ട് അവര് പൊക്കും. എല്ലാവരും കാലുമലൊക്കെ ഉണ്ട്. ചെടിയിൽ ബ്ലഡ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കേറി വന്നതിന്റെ ഒരു ടയർഡ് ഉണ്ടല്ലോ. ഇല്ല, നല്ല ഫീലാണ് ഇവിടെ. അടിപൊളി. ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. എങ്ങനെ ഇറങ്ങും താഴോട്ട്? താഴോട്ട് ഒരു ഓട്ടോ വിളിച്ചാലോ? അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടോ വീഡിയോ എടുത്തടാ? വീഡിയോ അതുകൊണ്ട് ഞാൻ നോക്കാം. കാലുമുണ്ടോ നോക്കടാ. ഒന്നും മറിക്കോ? ഓക്കെ, മറിച്ചോ. തലമുട്ടല്ലേ കാണുന്നില്ല. പശു അല്ല അത്, എന്തോ സാധനം ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. ബൈസനാ എന്താ പറയാ? ബൈസൻ ഇച്ചിരി ഡേഞ്ചറാണ്. 2 എണ്ണം ഉണ്ട്. അവിടെ നിന്ന് വരുന്നുണ്ട് കുന്തം. നമ്മള് കൊണ്ടുവന്ന ആളെന്നെ പറഞ്ഞു വേഗം ഇറങ്ങാന്ന്, ഫോട്ടോ എടുത്തിട്ട് വേഗം ഇറങ്ങാന്ന് പറഞ്ഞു. എനിക്കിവിടുന്ന് സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റൂല. അവിടെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ.
കാണില്ല. ആ അറ്റത്താണ്. ഇതാ ഒരു കുഞ്ഞു സ്പോട്ട് കണ്ട അവിടെ ഇരിക്കുന്ന ആള്. രണ്ടുപേരുണ്ട്. ഓടിച്ചിട്ടെന്നാല് മനസ്സിൽ. കാരണം ഇവിടുന്ന് ഡെയിലി വരുന്ന ആൾ തന്നെ പറയണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോവാന്ന്. അപ്പം അതിൻ്റെ അപ്പുറം നമുക്കൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഇതാണ് ബൈസൺ. 2 ബൈസനാണ് ഞങ്ങളവിടെ കണ്ടത്. ഒരെണ്ണം മെയിലും ഫീമെയിൽ ആയിരിക്കാനാണ് ചാൻസ്. മേ ബി അത് കൂട്ടം തെറ്റി വന്നതായിരിക്കും. ആ ഒരു ഭാഗത്ത് ഇയാളൊക്കെ വരാറില്ല. ഭയങ്കര അറ്റാക്കിംഗ് പവറാണ്, ഭയങ്കര സ്പീഡാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. കുറച്ചൊരു ദൂരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളും ബൈസണും തമ്മിൽ. ഭാഗ്യത്തിന് ആൾ ഞങ്ങളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അതെ, ഒരുപാട് നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം 2 പൂത്തോടന്ന് വരുന്നുണ്ടായിരുന്നു. അത് കാരണം ഷടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. റിസ്ക് എടുക്കാൻ പറ്റില്ല. കാട്ടുപോത്ത് എന്ത് സാധനം എന്നാ വെച്ചോ? അത് ബൈസൺ. ബൈസൺ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത്. ഓക്കെ, കാട്ടുപോത്തും അല്ല, വേറൊരു സാധനം. ഭയങ്കര സ്പീഡാണ് അത് വരുന്നത്. അപ്പോൾ ഇനി ഒതുക്കാൻ നേരം നിന്ന് കഴിഞ്ഞാൽ അതെ ഈ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് റെഡ്. ബാക്കി 3 എണ്ണം ബ്ലാക്കാണ്. ഞാൻ റെഡ് ഇട്ടേക്കണേ. ഒരാള് ആ സാധനം വരുന്നുണ്ടോന്ന് നോക്കണം. കുറച്ച് പേർക്ക് ഫോട്ടോ എടുക്കണം. പേടിയുണ്ട്, പക്ഷെ വന്നതല്ലേ. ഫോട്ടോ എടുക്കാണ്ട് പോകണത് മോശമല്ലേ? ഞാൻ വീഡിയോ നിർത്താൻ വേണ്ടി പല പറ്റായി ബായൊക്കെ പറയണം. പക്ഷെ ഇവിടുത്തെ ഓരോ വ്യൂ കാണുമ്പോണ്ടല്ല, ഇതൊക്കെ ഒരു വ്യൂ കാണുമ്പോ എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഒന്ന് ബാക്കി നോക്കിക്കോ മറ്റാൾക്കാരെ വരുന്നുണ്ടോന്നുള്ളത്. എവിടെയാ നിക്കണേ നോക്കിയിട്ട് പൊയ്യോ. ഇത് 2 ഗ്ലാസ് പിടിച്ചിരുന്ന് കാണാം. ഇതിൽ കാണുമെന്ന് അറിയില്ല. ടോപ്പ് 1 ഹൈയസ്റ്റ് അവിടെ ഉണ്ട്. പിന്നെ ഒരു ചെറുത് ആ ഒരു ഏരിയയിലുണ്ട്. ഇതാണ് 2 ഗ്ലാസ് പിടിച്ച്. എല്ലാവരും എത്തി, ലാൻഡായി. സേഫായിട്ട് എല്ലാവരും ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഊപ്പറളിക്കുണ്ട്. നല്ല അടിപൊളി ജേണിയായിരുന്നു ഇന്നലത്തതും ഇന്നത്തതും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ കിടിലൻ സ്റ്റേക്കേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപറ്റി ഇനി തിരിച്ചു പോകുന്ന ട്രാക്കിംഗ് ഉണ്ട്. അതെന്താണ് ഞാൻ എടുക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. തിരിച്ചു പോകുമ്പോൾ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. നമ്മൾ കോഴിക്കോട് വെച്ചിട്ടാണ്. ബൈ.
കാണാം.